സഞ്ജു സാംസൺ ഇല്ലാതെ ഇറങ്ങുന്ന രാജസ്ഥാൻ റോയൽസ്, രവീന്ദ്ര ജഡേജ ഇല്ലാതെ ഇറങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സ്. കൂടുമാറ്റത്തിന് ശേഷമുള്ള ആദ്യ മത്സരത്തിന് ഇരുവരും ഇറങ്ങുന്നത് നീണ്ട കാലം ഒപ്പമുണ്ടായിരുന്ന ടീമിനെതിരെ, അതും പരസ്പരം നേർക്കുനേർ. ഈ പ്രത്യേകതയായിരുന്നു ഗുവാഹത്തിയിലെ മാച്ച് നമ്പർ 3 RR vs CSK മാച്ചിനുണ്ടായിരുന്നത്. എന്നാൽ ആ മത്സരം പൊളിച്ചടുക്കിയത് വൈഭവ് സൂര്യവംശി എന്ന 15-കാരനായിരുന്നു. IPL 2026 സീസൺ ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപ് മാത്രമാണ് വൈഭവിന് 15 വയസ്സ് തികഞ്ഞത്. ഇതോടെ സീനിയർ ടീമിൽ കളിക്കാൻ ICC നിഷ്കർഷിച്ച പ്രായ യോഗ്യതയുമായി. IPL-ലെ തന്റെ 2ാം സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ അതിനുള്ള പ്രകടന മികവും തനിക്കുണ്ടെന്ന് വൈഭവ് കാണിച്ചു. താൻ ഒരു വൺ ടൈം സീസൺ വണ്ടറോ സ്ലോഗറോ പോലും അല്ലെന്ന് ഉറപ്പിക്കുകയായിരുന്നു ആ ബീഹാർ പയ്യൻ. ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ IPL സെഞ്ചുറി എന്ന റെക്കോർഡ് കഴിഞ്ഞ സീസണിൽ കുറിച്ച താരം IPL-ന് ശേഷം ഒടുവിൽ അവസാനിച്ച അണ്ടർ-19 ഏകദിന ലോകകപ്പ് ഫൈനലിൽ 175 റൺസ് വരെ അവിസ്മരണീയ യാത്രയാണ് നടത്തിയത്. ആ യാത്രയുടെ തുടർച്ച എന്നോളം ഇന്ന് 17 പന്തിൽ താരം അടിച്ചുകൂട്ടിയത് 5 സിക്സറുകളും 4 ഫോറുകളും അടക്കം 52 റൺസാണ്. 300-ന് മുകളിലായിരുന്നു സ്ട്രൈക്ക് റേറ്റ്. തൊട്ടു മുൻപ് റൺസ് കണ്ടെത്താൻ ചെന്നൈ ബാറ്റർമാർ വലഞ്ഞ മൈതാനത്തായിരുന്നു ഈ വെടിക്കെട്ട്. വൈഭവ് മിന്നിക്കത്തിയപ്പോൾ കരുതലോടെ കളിച്ച യശസ്വി ജയ്സ്വാളിന്റെ പുറത്താകാതെയുള്ള 36 പന്തിൽ 38 റൺസ് കൂടിയായപ്പോൾ രാജസ്ഥാൻ 47 പന്തുകൾ ബാക്കി നിൽക്കെ 8 വിക്കറ്റിന്റെ വമ്പൻ ജയം നേടി 128 എന്ന ലക്ഷ്യം മറികടന്നു. ക്യാപ്റ്റൻ റിയാൻ പരാഗ് 14 റൺസും ധ്രുവ് ജുറേൽ 18 റൺസും നേടി. വിക്കറ്റൊന്നും നേടിയില്ലെങ്കിലും 3 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഖലീൽ അഹമ്മദ് ചെന്നൈക്കായി മികവ് പുലർത്തി. യെല്ലോ ജേഴ്സിയിൽ ചേട്ടന്റെ രാജകീയ അരങ്ങേറ്റം കാണാൻ രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടിലും തടിച്ചുകൂടിയ ചെന്നൈ ഫാൻസിനെ നിരാശരാക്കിയാണ് മത്സരം ആരംഭിക്കുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ CSKക്ക് 2ാം ഓവറിൽ തന്നെ പുതിയ പോസ്റ്റർ ബോയ് സഞ്ജു സാംസണിന്റെ വിക്കറ്റ് നഷ്ടമായി. ബർഗറിന്റെ ഒന്നാന്തരം ഒരു ഡെലിവറി താരത്തിന്റെ ഓഫ് സ്റ്റംപ് തെറിപ്പിക്കുകയായിരുന്നു. അതോടെ ലോകകപ്പിലെ മാസ്മരിക ഫോമിന് തുടർച്ച എന്ന സ്വപ്നം അവസാനിച്ചു. ശേഷമെത്തിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദിനെയും ആയുഷ് മാത്രയെയും ഇതേ ബർഗറും കൂടെ ജോഫ്ര ആർച്ചറും പിഴുതപ്പോൾ സ്കോർ 19-3 വീണു. മാത്യു ഷോട്ട്, ശിവം ദ്യൂബയെ കൂടി മടങ്ങിയതോടെ ചെന്നൈ ഒരു ലോ സ്കോർ മണത്തതാണ്. ഒറ്റക്ക് പൊരുതി ജാമി ഓവർട്ടണും ചെറിയ സംഭാവനകൾ നൽകിയ കാർത്തിക് ശർമ്മ, സർഫറാസ് ഖാൻ എന്നിവരുമാണ് സ്കോർ 120 കടത്തിയത്. ജാമി 36 പന്തിൽ 43 റൺസും സർഫറാസ് 17ഉം കാർത്തിക് 18ഉം നേടി. 50ഓളം ഡോട്ട് ബോളുകൾ പിറന്ന ഇന്നിംഗ്സിൽ രാജസ്ഥാൻ ബൗളർമാരെല്ലാം മികച്ച് പന്തെറിഞ്ഞു. ബർഗർ 26 റൺസിന് 3 വിക്കറ്റ് എടുത്തു. ജഡേജ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടി. കഴിഞ്ഞ സീസണിലും ലോ സ്കോറിംഗ് വലിയ വെല്ലുവിളിയായിരുന്ന ചെന്നൈക്ക് ഈ സീസണിലെ ആദ്യ മത്സരത്തിലും അത് പരിഹരിക്കാനായില്ല. അതും സഞ്ജു അടക്കമുള്ള വൻ തോക്കുകൾ എത്തിയിട്ടും. സാക്ഷാൽ തല ധോണിയും ജൂനിയർ ABD ഡെവാൾഡ് ബ്രെവിസും പരിക്കുമൂലം പുറത്തിരിക്കുമ്പോൾ ചെന്നൈയുടെ ഇനിയുള്ള മുന്നേറ്റം എങ്ങനെയായിരിക്കുമെന്നത് കണ്ടറിയാം.